ആലപ്പുഴ വലിയഴീക്കലിൽ തെരുവുനായ ആക്രമണത്തിൽ വൃദ്ധ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. കുട്ടികളെ ഉൾപ്പെടെ വീടിന് പുറത്തിറക്കാൻ ഭയമാണെന്നും പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പരാതി പറയുന്നു. കൊല്ലപ്പെട്ട കാർത്യായനി അമ്മയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം തകഴിയിൽ സംസ്കരിക്കും. ആറാട്ടുപുഴയിലെ വലിയഴീക്കലിൽ നാട്ടുകാരിൽ ഭീതി പടർത്തി തെരുവ് നായ്ക്കൾ വിഹരിക്കുകയാണ്. തീരദേശ മേഖല ആയതുകൊണ്ട് തന്നെ കൂട്ടം കൂടിയാണ് സഞ്ചാരം. തീരദേശ പാതയോട് ചേർന്നുള്ള പ്രകാശിന്റെ വീട്ടിൽ ഇന്നലെ ഉച്ചയോടെയാകാം കാർത്യായനി അമ്മയെ തെരുവ് നായ്ക്കൾ ആക്രമിച്ചതെന്നാണ് നിഗമനം. രാവിലെ 10 മണിക്ക് വീടും ഗേറ്റും പൂട്ടിപ്പോയ പ്രകാശനും ഭാര്യ ജൂലിയും വൈകിട്ട് 4 മണിയോടെ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. അമ്മ അവിടെ താഴെ കിടക്കുകയായിരുന്നു. അമ്മയ്ക്ക് എനിക്കൊന്നും എനിക്ക് നോക്കാനോ ബോധം അങ്ങനൊന്നും എനിക്ക് പറ്റിയില്ല. ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ വരിയെടുത്ത് ആശുപത്രിയിൽ പോകുമായിരുന്നു. മുഖമൊക്കെ ഭയങ്കരമായിട്ട് ആക്രമിച്ചു. അങ്ങനെ ഇവിടെ ഈ താടിയലിന് ഇവിടാണ് കടി കിട്ടിയിരിക്കുന്നത്. എനിക്കിത് ഒറ്റനോട്ടം ഞാൻ എൻ്റെ അമ്മയല്ലേ, എനിക്ക് എന്ത് പറയാൻ പറ്റും. രക്തം പറ്റിപ്പിടിച്ച മുഖവുമായി നായ്ക്കൾ ഓടുന്നത് കണ്ടതായി അയൽവാസിയായ സ്ത്രീ പറയുന്നു. പ്രകാശന്റെ വീടിന്റെ മതിലിനോട് ചേർന്ന പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ചിടത്താണ് കാർത്യായനി അമ്മ കിടന്നിരുന്നത്. അവിടെ അവശേഷിച്ച ഭക്ഷണ പദാർത്ഥങ്ങളും പാത്രങ്ങളും ഉൾപ്പെടെ കാണാമായിരുന്നു. മുഖത്തായിരുന്നു പരുക്കുകളേറെയും. പട്ടി അമ്മയുടെ കഴുത്തിനാണ് കടിച്ചിരിക്കുന്നത്. കഴുത്തിനും മുഖത്തും ഒക്കെയാണ് കടിച്ചിരിക്കുന്നത്. കഴുത്തിന് കടിയേറ്റത് കാരണം മരണത്തിന്റെ കാരണമാണ്. മുഖം പൂർണ്ണമായി കടിച്ചിട്ടുണ്ടായിരുന്നു. മുഖം പൂർണ്ണമായിട്ട് കടിച്ചിട്ടുണ്ട്. പുലർച്ചെ ജോലിക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നായ കൂട്ടം കൂടി ആക്രമിക്കുക പതിവാണിവിടെ. ഈ പട്ടിശല്യം ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മൾ 2 മണിക്കും 1 മണിക്കും പിന്നെ 4 മണിക്കും വെളുപ്പിന് 4 മണിക്കൊക്കെയാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്. നമ്മുടെ തൊഴിൽ മത്സ്യബന്ധനം. അപ്പോൾ അത് കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെങ്കിലും ഇതൊന്നും ഒഴിവാക്കി കിട്ടിയില്ലെങ്കിൽ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകും. കാർത്യായനി അമ്മയുടെ മരണത്തിൽ തൃക്കുന്നപ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നായകൾ കൂട്ടം കൂടി പ്രദേശവാസികളെ ആക്രമിക്കുന്നത് പതിവാണ് എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. പരാതി നൽകാൻ ശ്രമിച്ചിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്നും അവർ ആരോപിക്കുന്നു. എന്തായാലും ഈ അനാസ്ഥ അതീവ ദുഃഖകരമായ ഒരു മരണത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആറാട്ടുപുഴ വലിയഴീക്കൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.